Friends, I am Joy Telakadan, my YouTube channel name Joy's Kitchen. ഞാനിന്നൊരു കൂട്ടുകറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു 15 പേർക്കുള്ള കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് ഞാൻ ഇത്രയും കടല, വെള്ളക്കടലയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗൺ കളറിലുള്ള കടലയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ലോണം വെള്ളത്തിലിട്ട് കുതിർത്തി റെഡിയാക്കിയിട്ട് വേണം എടുക്കാൻ. ഇത്ര എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിളാണ് ബാക്കി. വെജിറ്റബിൾ എന്താ പറയുക, ഇത് കായ, അതേപോലെ തന്നെ ചേന, പിന്നെ ക്യാരറ്റ്, പിന്നെ കുമ്പളങ്ങ, പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിനകത്തിട്ടിരിക്കുന്നത്. അപ്പം ചിലർ ചിലപ്പം കായയും ചേനയും മാത്രമായിരിക്കും യൂസ് ചെയ്യുള്ളൂ. ഞാനിതെല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് കായ, ചേന, പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ ഉണ്ടോ, മത്തങ്ങ ഇട്ടിട്ടുണ്ട്. 3-4 ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. ഞാൻ കൂട്ടുകറിക്ക് ഈ ഒരു കുക്കറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വേവിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കുറുക്കും ആഡ് ചെയ്യാണ്. അതേപോലെ തന്നെ 1/2 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യാണ്. ഒരു 1/2 സ്പൂൺ ഉപ്പും. പിന്നെ ഇതൊന്ന് ഇളക്കി അടച്ചു വയ്ക്കണം. അങ്ങനെ വെജിറ്റബിളൊക്കെ വെന്തിട്ടുണ്ട്, നല്ലോണം ഉണ്ടോ, വെജിറ്റബിളൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയും അതേപോലെ തന്നെ കടലയും വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പാനിലേക്ക് ഞാൻ കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഉഴുന്ന് ഒരു ഗോൾഡ് കളറാവുമ്പോൾ ഇതിനകത്തേക്ക് ഉണക്കമുളക് ഒരു 4-5 എണ്ണവും വേപ്പിലയും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ 1/2 സ്പൂണ് കുരുമുളക് പൊടി പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1.5 തേങ്ങ ഞാൻ ചിരണ്ടിയതാണ്. ഈ ചിരണ്ടി തേങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ കൂടുതൽ ഉണ്ടെങ്കിലാണ് കൂട്ടുകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് കൂടുതൽ വരാൻ ചാൻസ് അങ്ങനെയാണ്. അപ്പം ഞാൻ 1.5 തേങ്ങയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഇതൊന്നെടുത്ത് മാറ്റി വെക്കണം അരയ്ക്കാനായിട്ട്. അങ്ങനെ തേങ്ങ ഏകദേശം വറുത്ത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു 1/4 ഭാഗം ഞാനെടുത്ത് അരയ്ക്കാനെടുക്കുകയാണ്. അതുപോലെ ശർക്കര ഞാനിതൊരു ചെറിയൊരു ഉണ്ട ഇതേപോലെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഞാൻ അരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ കടല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഉണ്ട്. അങ്ങനെ കൂട്ടുകറി റെഡി ആയിരിക്കുകയാണ്. ഉണ്ടോ, വെരി ഈസിയാണ്. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിലൊന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സദ്യ സ്പെഷ്യലാണല്ലോ, വെജിറ്റേറിയൻ സദ്യ സ്പെഷ്യലാണല്ലോ കൂട്ടുകറി. കണ്ടോ, ഇതേ കൂട്ടുകറി അടിപൊളി. ഇതിന് ടേസ്റ്റും ഭംഗിയും കളർഫുള്ളും എല്ലാം. ഇത് ഈസിയാണ് പരിപാടി. 3-4 ഐറ്റംസ് വെജിറ്റബിൾ ഉണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റംസാണ്. വെജിറ്റബിൾ മീൽസിൽ 3-4 ഐറ്റംസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കൂട്ടുകറി, അതുപോലെ തന്നെ കാളൻ, അവിയൽ, സാമ്പാർ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണല്ലോ. അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ജോയ്സ് കിച്ചണിൽ വന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇടുക. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞുതരും.